കോടി ശിവലിംഗങ്ങളെ ദർശിച്ച പുണ്യത്തെ നൽകുന്ന അഭിഷേകമാണ് അന്നാഭിഷേകം. ഈ വർഷത്തെ അന്നാഭിഷേകം നവംബർ 5-ാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത്. അന്നാഭിഷേകം ശിവഭഗവാന് മാത്രം നടത്തുന്ന ഒരു പ്രത്യേക അഭിഷേകമാണ്. മറ്റു ദേവതകൾക്കെല്ലാം അഭിഷേകം നടത്താറുണ്ടെങ്കിലും അന്നം അല്ലെങ്കിൽ ചോറ് ഉപയോഗിച്ചുള്ള അഭിഷേകം ശിവഭഗവാന് മാത്രമാണുള്ളത്. ഈ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ശിവഭഗവാനാണ്. ഇതിനുള്ള നന്ദി പ്രകടിപ്പിക്കാനായിട്ടാണ് തുലാമാസത്തിലെ പൗർണമി ദിവസം എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്നം കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നത്. എല്ലാവർക്കും അന്നം നൽകുന്ന അന്നപൂർണേശ്വരിയെ തൻ്റെ ഇടതുഭാഗത്ത് വഹിക്കുന്ന ശിവന് അന്നാഭിഷേകം നടത്തി ആരാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അന്നത്തിന് ക്ഷാമം വരില്ല എന്നത് സത്യമാണ്. അന്നാഭിഷേകം കാണുന്നവർക്ക് കോടി ശിവലിംഗങ്ങളെ ദർശിച്ച പുണ്യം ലഭിക്കുന്നതാണ്. മാത്രമല്ല, ശിവലിംഗത്തിനുമേലുള്ള ഓരോ വറ്റും ഓരോ ശിവലിംഗത്തിനു തുല്യമാണ്. അതുകൊണ്ട് തന്നെ അന്നാഭിഷേകം കാണുന്നവർക്ക് സ്വർഗം ലഭിക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ അന്നാഭിഷേകത്തിന് ശേഷം ഈ അന്നം ഭക്തർക്ക് വിതരണം ചെയ്യുന്നതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർ ഈ അന്നം വാങ്ങി പ്രസാദമായി കഴിച്ചാൽ തീർച്ചയായും അവർക്ക് സന്താന ഭാഗ്യമുണ്ടാകുന്നതാണ്. തുലാമാസത്തിലെ പൗർണമി നാളിൽ ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്തായിരിക്കും. അന്ന് ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ കൂടുതലായി പതിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ അന്നാഭിഷേകം ദർശിക്കുന്നതിലൂടെ വർഷം മുഴുവനും അതിന്റെ ഫലം നിലനിൽക്കുന്നതാണ്. ചുരുക്കത്തിൽ അന്നാഭിഷേകം എന്നത് അന്നദാനത്തിന്റെയും കൃതജ്ഞതയുടെയും പ്രതീകമാണ്. ഓരോ ധാന്യക്കണിയും ശിവലിംഗത്തിന്റെ ശക്തി ഉൾക്കൊള്ളുന്നു. ഇത് ഭക്തർക്ക് അന്നത്തിന് ക്ഷാമമില്ലാത്ത ഐശ്വര്യപൂർണമായ ജീവിതമാണ് പ്രദാനം ചെയ്യുന്നത്.